എന്നും പ്രേക്ഷകർ ആഘോഷിക്കുന്ന ഒരു കോംബോ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മോഹൻലാലും MG ശ്രീകുമാറും അവർ ഒരുമിക്കുന്ന ഒരു ഗംഭീര ഗാനം തുടരുമെന്ന ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിലും അത് ഒപ്പം എന്ന സിനിമയിൽ അവർ അവസാനം ഒന്നിച്ച അതേപോലൊരു ഗംഭീര സോങ്ങുമായാണ് അവർ തിരിച്ചു വരാൻ പോകുന്നത്. മോഹൻലാൽ MG ശ്രീകുമാർ മലയാളത്തിന്റെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആക്ടർ സിംഗർ കോമ്പിനേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാത്തരം പാട്ടുകളും ഈ കോമ്പിനേഷനിൽ ഉണ്ട് എന്ന് മാത്രമല്ല അതെല്ലാം കാലങ്ങൾക്കിപ്പുറവും ആഘോഷിക്കപ്പെടുന്നവയുമാണ്. വീണ്ടും ലാലേട്ടൻ MG ടീമിൽ നിന്നും പാട്ട് വരുന്നു. ഇത്തവണ സ്ക്രീനിലും ഒരു എവർഗ്രീൻ കോംബോയുണ്ട് മോഹൻലാൽ ശോഭന. അതുകൊണ്ട് തന്നെ ഈ പാട്ടിന്റെ ഫുൾ വെർഷൻ കേൾക്കാനും വിഷ്വൽ കാണാനും എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഇന്നേ ദിവസം ആ കാര്യം അറിയിച്ചുകൊണ്ടാണ് സാക്ഷാൽ മോഹൻലാൽ നമുക്ക് മുന്നിൽ എത്തിയത്. മലയാള സിനിമയിൽ മോഹൻലാലിന് വേണ്ടി MG ശ്രീകുമാർ പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. തുടരുമെന്ന സിനിമയിൽ ഈ കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ ഈ ചിത്രത്തിലെ ആദ്യ ഗാനം ഫെബ്രുവരി 21 പുറത്തിറങ്ങുന്നു. പാട്ടിന്റെ പ്രമോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. മോഹൻലാലും MG ശ്രീകുമാറും ചേർന്ന് കൺമണി പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം പാടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ജെക്സ് ബിജോയാണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത്. നരൻ സിനിമയിൽ മോഹൻലാലിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ വേൽമുരുക പോലൊരു പാട്ടും തുടരും എന്ന ചിത്രത്തിൽ ഉണ്ടെന്ന് MG ശ്രീകുമാർ നേരത്തെ പറഞ്ഞിരുന്നു. അതും വളരെ എക്സൈറ്റ് നൽകുന്ന ഒരു കാര്യമായിരുന്നു. മോഹൻലാൽ ചിത്രങ്ങളിലെ MG ശ്രീകുമാർ സോങ്ങുകൾ വല്ലാതെ സ്പെഷ്യൽ ഫീലിംഗ്സ് ആണ് തരുന്നത്. ഒരു സിനിമയിൽ തന്നെ പലതരം പാട്ടുകൾ ഇവരുടേതായിട്ടുണ്ട്. അതെല്ലാം വലിയ രീതിയിൽ വിജയിച്ചതും ഇന്നും ആഘോഷിക്കപ്പെടുന്നവയുമാണ്. അവസാനമായി ഒപ്പം സിനിമയിലെ 2 പാട്ടുകൾ ഇവരിൽ നിന്നും വലിയ ട്രെൻഡ് ആയത് ഓർക്കുന്നല്ലോ. തുടരും സിനിമയിലെ സോങ് പ്രമോ കേട്ടിട്ട് വളരെ ഇഷ്ടമായി. എല്ലാ പ്രേക്ഷകരും ഇഷ്ടമായി എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എത്ര നാളായി ലാലേട്ട ഇങ്ങനെയൊരു പാട്ട് കേട്ടിട്ട് എന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. പേഴ്സണലി വലിയ പ്രതീക്ഷയുള്ള സിനിമയാണിത്. സിനിമയുടേതായി ആദ്യം പുറത്തു വന്ന സോങ് പ്രമോ എന്തായാലും നൈസ് ആയിട്ടുണ്ട്. ജെക്സ് ബിജോ എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരു നല്ല ഫിലിം മേക്കർ ആണെന്ന് 2 സിനിമകൾ കൊണ്ട് തെളിയിച്ച തരൺമൂർത്തിയിലും വിശ്വാസം. ഇതായിരുന്നു പ്രേക്ഷകരുടെ വാക്കുകൾ. എന്നാൽ ചിത്രത്തിന്റെ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അടുത്തിടെ ഉണ്ടായിരുന്നു. ചിത്രത്തിന്റെ റിലീസ് വരെ മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ ചിത്രത്തിന്റെ എല്ലാ ഡീലുകളും പ്രോപ്പറായി നടന്നു കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് ഇന്നേ ദിവസം നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. മ്യൂസിക് റൈറ്റ്സ് വരെ വിറ്റു, അങ്ങനെ സകല ഡീലുകളും ഓക്കെ ആക്കി എന്ന വിവരങ്ങൾ പറയുമ്പോഴും പലരും ഇതങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. അവർ പറയുന്നത് ചിത്രം റിലീസ് ആകാത്തത് ഡീലുകളൊന്നും നടക്കാത്തതുകൊണ്ടാണെന്നും പ്രൊഡ്യൂസർമാരെ സൂപ്പർ സ്റ്റാറുകൾ വിഴുങ്ങുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോഴാണ് മലയാള സിനിമ തന്നെ OTT എന്ന കോർപ്പറേറ്റ് ഭീമൻ വിഴുങ്ങുന്നത്. തുടരുമെന്ന ചിത്രത്തിനും ചില താമസങ്ങൾ വന്നത് OTTയുടെ ഈ വിഴുങ്ങൽ തന്നെയാണ്. ഈ മാസം റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു മോഹൻലാലിനെ വെച്ച് തരൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും. ഹോട്ട്സ്റ്റാറുമായുള്ള കരാറ് വൈകിയത് കൊണ്ടാണ് ചിത്രം റിലീസ് തന്നെ മാറിയത്. മെയ് വരെയുള്ള പടങ്ങൾ ഹോട്ട്സ്റ്റാർ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജനുവരി റിലീസ് ചെയ്ത് ഏപ്രിൽ OTTയിൽ വന്നാൽ അതിന്റെ തിയേറ്ററോളം കിട്ടില്ലാത്തത് കൊണ്ട് സിനിമ വിൽക്കൽ നടക്കില്ല. ജനുവരി നല്ലൊരു റിലീസ് എന്നത് പരിഗണിക്കാതെ സിനിമ OTTക്ക് വേണ്ടി റിലീസ് വീണ്ടും മാറ്റി. അടുത്ത മാസം വലിയ ഓളത്തിന് എമ്പുരാൻ വരും. വിഷു അടക്കം അതങ്ങ് പോകും. മെയ് റിലീസ് എങ്കിൽ പോലും എമ്പുരാന്റെ ഓളത്തിൽ തുടരും നിൽക്കുമോ എന്നാണ് കാണേണ്ടത്. മാത്രമല്ല പുട്ടിന് പീരിയിടുന്ന പോലെ ഒരേ സമയം 2 സിനിമകളുടെ പ്രൊമോഷൻ നടക്കുകയാണ് എന്നൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ അഭിപ്രായം പറയുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് എല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. OTTയിലെ ഡീലുമായി ബന്ധപ്പെട്ടാണ് ഈ താമസങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ബിസിനസ് നടക്കണമല്ലോ, പ്രൊഡ്യൂസറിന് മുടക്കിയ കാശ് തിരിച്ചു കിട്ടണമല്ലോ. എന്നാൽ തുടരുമെന്ന ചിത്രത്തിന്റെ എല്ലാ ഡീലുകളും ഓക്കെയായി. മ്യൂസിക് റൈറ്റ്സ് വരെ സ്വന്തമാക്കിയത് സോണി മ്യൂസിക്കാണ്. വലിയ ടീമുകളൊക്കെയാണ് തുടരുമെന്ന ചിത്രത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. തിയേറ്റർ റിലീസ് ആശീർവാദും ഫാർ ഫിലിംസുമാണ് ഓൾ ഓവർ നടത്താൻ പോകുന്നത്. സാറ്റലൈറ്റ് ഏഷ്യാനെറ്റിനും ഡിജിറ്റൽ ജിയോ ഹോട്ട്സ്റ്റാറിനും ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക്കുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എല്ലാ ഡീലുകളും തുടരുമെന്ന ചിത്രവുമായി ഓക്കെയാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുമെന്ന ചിത്രത്തിന് ഇതുവരെയും ഡീലുകളൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ടാണ് ചിത്രം മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ പോലും ചർച്ചകൾ നടത്തിയിരുന്നു. ഒന്നും അറിയാതെയാണ് അവരുടെ വാർത്തകൾ പോലും എത്തിയിരിക്കുന്നത്. എമ്പുരാന്റെ വിജയത്തിന് ശേഷമായിരിക്കും മോഹൻലാലിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നതെന്നും അതുകൊണ്ടാണ് മോഹൻലാലിന്റെ ചിത്രങ്ങളൊന്നും വിൽക്കാത്തത് എന്നായിരുന്നു അവരുടെ പറച്ചിൽ. എന്നാൽ തുടരുമെന്ന ചിത്രത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല. മോഹൻലാലിന്റെ സ്റ്റാർ വാല്യൂ ഒക്കെ എമ്പുരാന് ശേഷം എത്ര ഉയരുമെന്ന് നമുക്ക് തന്നെ അറിയാം. അതിനു മുമ്പേ തന്നെ തുടരുമെന്ന ചിത്രത്തിന്റെ ഡീലുകളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞു. മോഹൻലാലിന്റെ ഒരു സ്റ്റാർ വാല്യൂയും കുറഞ്ഞിട്ടില്ല എന്നത് ഈ ഒരു സംഭവത്തിലൂടെ തന്നെ തെളിയിക്കുന്നതാണ്.